ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു നഹ്ലാസ് കിച്ചൺ. ഇത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണത് ഒരു ഫിഷ് ഫ്രൈ ആണ്. സാധാരണ ഉണ്ടാക്കുന്നതിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്ക് പരിചയപ്പെടാം. അതിന് വേണ്ടി ഞാനിവിടെ ഫിഷ് എടുത്തിട്ടുണ്ട്. ഏത് ഫിഷും വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമുക്ക് കുറച്ച് വലിയ ഫിഷ് ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഫിഷ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ വേണ്ടത് ജീരകം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കറിവേപ്പില, പിന്നെ വേണ്ടത് നമുക്ക് തേങ്ങയാണ്, പിന്നെ ഓയിലല്ലാന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് വിനീഗർ. അപ്പോൾ മാരിനേഷൻ സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും, പിന്നെ വേണ്ടത് നമ്മുടെ ജീരകം പൊടിച്ചിട്ടും വയ്ക്കാം, അങ്ങനെ ഇടാം. ഞാനിവിടെ അങ്ങനെ ഇടുന്നത്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒക്കെ പാടിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യുക. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യുക. അതിനുശേഷം തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്കിനി ഫ്രൈ ചെയ്യാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മുടെ ഫിഷ് അങ്ങനെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഒരു ഭാഗം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഫ്രൈ ചെയ്യുക. നന്നായിട്ട് ഫ്രൈ ആകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും ചെയ്യുന്നതിൻ്റെ ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇതിന്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.